നമ്മൾ കാണാറുണ്ട് ചില കുട്ടികൾ തലകറങ്ങി വീഴുക, പിന്നെ അവർക്ക് സംസാരിക്കാൻ കഴിയാതെ വരിക, അവരുടെ കണ്ണ് പുറത്തേക്ക് തള്ളി വരിക, എപ്പിലെപ്സിയാന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തുക. പക്ഷേ നമുക്കറിയാം, ഡോക്ടറെ അടുത്ത് കൊണ്ടുചെല്ലുമ്പം അവർ പറയും പാനിക് അറ്റാക്ക് ആണെന്ന്. ഇങ്ങനെ പാനിക് അറ്റാക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന കുട്ടികൾ പലപ്പോഴും അവരിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അവരാഗ്രഹിക്കുന്ന ഒരു ജോലി ചെയ്യാൻ കഴിയില്ല, അവരാഗ്രഹിക്കുന്നത് പോലെ ഒന്നും പെർഫോം ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ ഒരു ഇന്നർ ചൈൽഡ് ട്രോമയുണ്ട്. അതായത് ചൈൽഡ്ഹുഡിൽ അവരെ പേടിപ്പെടുത്തിയ, അവരെ അവരല്ലാതാക്കിയ, അവരെ കൺഫ്യൂസ്ഡ് ആക്കിയ, അവരുടെ സ്ട്രെസ്സിനെ വളരെയധികം കയറ്റിക്കൊടുത്ത ഒരു മരണകരമായൊരു മൊമെൻറ്റ് അവരുടെ ബാക്കിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ സ്ട്രെസ്സും, ഓരോ ഇന്നർ ചൈൽഡ് ട്രോമയും നാളെ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. പാനിക് അറ്റാക്ക് അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പൂർണ്ണമായും നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് സിറ്റുവേഷനെ അല്ല. ഓരോ സിറ്റുവേഷൻ എന്നും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. സിറ്റുവേഷനെ നമുക്ക് ഹീൽ ചെയ്യാനേ കഴിയില്ല. നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ കഴിയുന്നത് നിങ്ങളെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ട്രോമ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.